നമുക്കിന്നേ ഒരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയാൽ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നാഗാർജുനയുടെ മരുന്ന് കഞ്ഞി കിറ്റാണ്. അത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇതാണ് അതിനകത്തുള്ള കൂട്ട്. ഞവരരിയുണ്ട്, ഒരു പച്ചമരുന്നിൻ്റെ കിറ്റും ഉണ്ട്. ഒരു കൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ചെറുപയറൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം നമുക്ക് തേങ്ങാപ്പാലൊക്കെ വെച്ച് എടുക്കേണ്ട ഒരു ഇതാണ് അരി. ഇത് നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് പകുതി എടുത്തിട്ടുള്ളൂ. നമുക്ക് 5 പേർക്കൊക്കെ കഞ്ഞി കുടിക്കാനായിട്ട് അത്രയും മതിയാവും. ഇതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിത് കുതിർക്കാനായിട്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറും കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പിന്നീട് അത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇത് പയറും ഞവരരിയും ഉലുവയും എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് കുക്കറിലിട്ടൊരു 8 വിസിൽ വരെ അടുപ്പിച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ടുള്ള കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ അതിൻ്റെ പൗഡറുണ്ട്, മരുന്ന് കിറ്റിൻ്റെ പൗഡറുണ്ട്, പച്ചമരുന്നിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ ഒരു കൂട്ടാണത്. കഞ്ഞിയുടെ കൂടെ ഇട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കഞ്ഞിക്കൂട്ടിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത്തിരി ജീരകം കൂടി, ഒരു 1/2 സ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം അരച്ചതിൻ്റെ പാലെടുക്കണം. പിഴിഞ്ഞാണെങ്കിലും ചേർക്കാം. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം പാല് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അരച്ചെടുത്ത് അതിൻ്റെ പാല് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 8 വിസിലാണ് കുക്കറിലിട്ട് അരി വേവിച്ച് നമ്മൾ അടുപ്പിലിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് തുറന്നു കൂടി നോക്കി അതിലേക്ക് ഈ ചൂട് കഞ്ഞിയിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് കുക്കർ തുറന്ന് ഇത് വെന്തോ നോക്കാം. ഇതിൻ്റെ ആവിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ കഞ്ഞിയുടെ മരുന്ന് കൂട്ടാണിത്. ഇത് നമുക്ക് ഇതിൽ നിന്നൊരു 2 സ്പൂണോളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ മരുന്നും കൂടെ കിടന്ന് നല്ലോണം ഒന്ന് വേഗം. പച്ചമരുന്നാണ്, എല്ലാ പച്ചമരുന്നും കൂടെ പൊടിച്ചൊരു പൗഡറാണത്. അതിൻ്റെ അകത്ത് നല്ലോണം വെന്ത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ചേർക്കണം. കൂട്ടൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കഞ്ഞിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടാക്കുന്നത്. തേങ്ങയും കൂടെ അരച്ച് മിക്സിയിൽ എടുത്തിട്ട് അതിൻ്റെ പാല് മാത്രം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പാല് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ വെച്ചേക്കുന്നത്. കഞ്ഞിയുടെ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വറുത്തിടുന്നുണ്ട് കേട്ടോ. അതും വേണമെന്നില്ല, വേണമെങ്കിൽ മാത്രം. അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലെല്ലാം ചേർന്ന് റെഡി ആയിട്ടുണ്ട് കഞ്ഞി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ഇളനാടിൻ്റെ നെയ്യാണ് കേട്ടോ. ഇതിന് നല്ല ഒരു സ്മെല്ലും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ എടുത്താലും ഇളനാടിൻ്റെ നെയ്യാണ് എടുക്കുന്നത്. എനിക്ക് അതാണ് ഒരു തൃപ്തിയായിട്ട് എപ്പോഴും കിട്ടുന്നൊരു നെയ്യാണ്. ഇത് നമുക്ക് 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ ഉള്ളി എടുക്കാം. ഒരു 5-8 ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കിപ്പോൾ നല്ലോണം മൂത്തിട്ടെടുത്ത് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാഗാർജുനയുടെ കിറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതായാലും മതി. നമ്മുടെ ഉണക്കലരിയോ ഈ പച്ചരി കൊണ്ടാണെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ പറമ്പിലെ പച്ചമരുന്നൊക്കെ ആയിട്ടായാലും ഇട്ട് അരച്ച് തേങ്ങയും ജീരകവും എല്ലാം കൂടെ അരച്ച് ആ തേങ്ങ അങ്ങനെ അരച്ചിടുന്നതും ഉണ്ട്, അല്ലാതെ പിഴിഞ്ഞ് പാലാക്കിയെടുക്കുന്നതുണ്ട്. ഞാനിത് മേടിച്ചതേ ഉള്ളൂ. മരുന്ന് കഞ്ഞിക്കിട്ടാണ് ഞാൻ മേടിക്കുക. പറമ്പിൽ മരുന്നൊന്നും ഇല്ല. അതിന് 3-4 കൊല്ലത്തിന് മുമ്പ് വരെ ഞാൻ മരുന്ന് പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഇപ്പം ഈ മഴയൊക്കെ പെയ്ത് കാരണം പച്ചമരുന്നൊന്നും കിട്ടാനില്ല. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.